ഇനി യഥാർത്ഥ പെരുന്നാളിന്റെ ആഘോഷം നമ്മൾ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നു. വിജയേട്ടനോട് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നതിനായി. നമസ്കാരം, ഞാനിത് ലോഞ്ച് ചെയ്തോട്ടെ. നമുക്കായി ഒരുക്കുന്ന കുന്നംകുളം പെരുന്നാൾ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഗംഭീരമായിട്ട് അതിന്റെ ആഘോഷങ്ങൾ തുടരുകയാണ്. അതിൽ പങ്കെടുക്കാൻ പോകുന്ന വേദിയിലെ കലാകാരന്മാരെയൊക്കെയാണ്, സൂപ്പർ സ്റ്റാർസിനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഒരു മെഗാ ബ്ലാസ്റ്റ് ദുബായ്, ഹബീബി കം ടു ദുബായ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് ഗംഭീരമാക്കാൻ സാധിക്കും. കുന്നംകുളം പെരുന്നാൾ സീസൺ 2 ഒഫീഷ്യലി അത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. വിജയേട്ട, ഗാലറി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആഘോഷത്തിന്റെയും ആരവത്തിന്റെയും ഈ ശബ്ദമൊക്കെ നമുക്ക് എന്നും സിരകളിൽ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അത്രയും മനോഹരമായിട്ടൊരു വേദിയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. എന്താണ് പറയാനുള്ളത് ഈ സമയത്ത്? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പക്ഷെ ക്രൗഡ് കണ്ടിട്ട് എൻ്റെ കണ്ണന്ന് ബൾബായി. കാരണം ഇത്രയധികം ക്രൗഡ് പഴഞ്ഞില് ഞങ്ങൾ കളിക്കാൻ വരുമ്പോൾ കണ്ടിട്ടില്ല. ഇത്രയധികം വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, മക്കളിലൊക്കെ ശ്രദ്ധിക്കുക, തിക്കിലും തിരക്കിലൊന്നും പെടരുത്, അതൊരു അപേക്ഷയാണ്. പിന്നെ ഷാജേട്ടൻ ഇങ്ങോട്ടൊരു, ഞങ്ങൾ കഴിഞ്ഞ പള്ളി പെരുന്നാളിന് അത് ദുബായിൽ കുറേ പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് പഴഞ്ഞിന്നൊരു പള്ളി പെരുന്നാൾ ദുബായിൽ നടത്താം, അജ്മാലിൽ നടത്താമെന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. പ്രവാസികളുടെ ഷാജേട്ടൻ മുൻകൈ എടുത്തിട്ട് നടത്തിയത്. അപ്പോൾ ഞാനും എൻ്റെ ഹൃദയം, എൻ്റെ ബ്രദർ കൂടി, ഞങ്ങളെ പിന്നെ ജോപ്പോളും കൂടി ഒരുമിച്ചാണ്, ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു, ഒരുമിച്ചാണ് പോയത്. അതൊരു വമ്പൻ പരിപാടിയായിരുന്നു. അപ്പോൾ അടുത്ത കൊല്ലം ഞങ്ങൾ വിളിക്കില്ലേ? ഓക്കെ. അപ്പം എന്തായാലും ഞങ്ങൾ അവിടെ പോവും. അവന് പഠിക്കും. പഴഞ്ഞി ദുബായിൽ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഇവിടുത്തെ പെരുന്നാളാണ്. ഒരിക്കലും അവിടെ അങ്ങനെ നടത്താൻ പറ്റില്ല. പക്ഷേ ഷാജേട്ടൻ്റെ ഒരു നല്ല മനസ്സും പഴഞ്ഞില് ഷാജേട്ടനല്ല, അവിടുത്തെ പ്രവാസികളെല്ലാവരും, ഇവിടുത്തെയും അവിടെയുള്ള എല്ലാവരെയും ആ ഒരു ഒത്തൊരുമ, വലിയൊരു ഒത്തൊരുമയായിരുന്നു. പഴഞ്ഞിരെ പെരുമയാണ് പഴഞ്ഞിരെ ഒത്തൊരുമ എന്ന് പറഞ്ഞാൽ ഷാജ. അത് ശരിയാണ്, കറക്റ്റാണ്. കാരണം ഈ ക്രൗഡിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. പിന്നെ ഹരിനാരായൺ ഭായിനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ദുബായിൽ ഞാനും വൈഫും ജോപ്പോളും ഭായി ഇരിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞു തന്നു. ചെറിയ കഥ കേട്ടോ, വിജയ് പറഞ്ഞ പോലത്തെ കഥ അല്ല കേട്ടോ, ഇതൊരു ചെറിയ കഥ. എൻ്റെ ഹരിനാരായൺ ഭായിനുള്ള എന്താ വെച്ചാലേ, എന്നോട് പറഞ്ഞു സിനിമയ്ക്ക് പോയപ്പോൾ ഇന്റർവെല്ലിന് ആരംഭിട്ട് മറ്റേ മ്യൂസിക് ഡയറക്ടർ ഗോപിസുന്ദർ മ്യൂസിക് ഡയറക്ടർ വിളിച്ചു പറഞ്ഞു, അത് ഒരു പെട്ടെന്നൊരു പാട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കൊണ്ട് ചേട്ടൻ ഇങ്ങനെ എഴുതി ഇങ്ങനെ വിട്ടു. അല്ല ചേട്ടനല്ല, ഭായി എഴുതി വിട്ടു. അപ്പോൾ എന്നോട് പറയാം പാട്ടേന്ന് മനസ്സിലായി അത് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, ഏതാണ് ഈ 5 മിനിറ്റ് കൊണ്ട് ചെയ്യണേ? മുരുക മുരുക പുലി മുരുക എന്ന്. ഞാൻ പറഞ്ഞു ചേട്ടൻ ഈ 5 മിനിറ്റ് കൊണ്ട് അതൊക്കെ ഒരു സ്കില്ലാണ്, അത് ദൈവം കൊടുത്തുള്ളൊരു കഴിവാണ്. അതേപോലെ തന്നെ എനിക്കും പന്ത് കളിക്കാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട് ദൈവം. ഗോഡ് ഈസ് ഗ്രേറ്റ്. അത് എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഷാജേട്ടനല്ല ഹരിചേട്ടന് കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച് വിജയേട്ട, താങ്ക്സ് എ ലോട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വലിയ വേദിക്ക് എല്ലാ ആശംസകളും. അത് പഴഞ്ഞിക്കാരൻ എവിടെ ഉണ്ടെങ്കിലും കുന്നംകുളത്തുകാർ എവിടെ ഉണ്ടെങ്കിലും ഒരു ആഘോഷം ലോകത്തിന്റെ എവിടെ നടത്തിയാലും നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻസും ഞങ്ങൾക്കില്ല. പതിവ് പോലെ ഇക്കുറിയും നിങ്ങൾ അവിടെ എത്തുമെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വന്ന് ഇത്രയും വലിയൊരു ജനസാഗരത്തിന് മുമ്പിൽ ഹരിച്ചേട്ടന്റെ ഓരോ വർക്ക് കാണുമ്പോൾ അത് നമ്മുടെ ആളാണല്ലോ, നമുക്ക് പ്രിയപ്പെട്ട ഒരാളാണല്ലോ എന്നൊരു ഫീലാണ് ഇവിടെയുള്ള ഓരോ കുന്നംകുളത്തുകാർക്കും ഓരോ പഴഞ്ഞിക്കാർക്കും. ശരിയല്ലേ?
അതുകൊണ്ട് ഒരു തകർപ്പൻ കൈയ്യടി തീർച്ചയായിട്ടും ഹരിച്ചേട്ടൻ ഓരോ വർക്കിനും നമ്മൾ കൊടുക്കണം. ഇന്ന് ഇന്ത്യൻ സിനിമ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക എന്ന ദൃശ്യവിസ്മയത്തെ പറ്റി. അതിൽ വളരെ മനോഹരമായ പാട്ടുകൾ, ഒരു മൊഴി തന്നെ അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞാൽ അത് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ വിരലുകളിലൂടെ ഒഴുകുന്ന ഹൃദയത്തിലൂടെ വരുന്ന വാക്കുകളാണ്. അത് എത്ര മനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഹരിച്ചേട്ടൻ നൽകുന്നത്. ഈ വലിയ വേദിക്ക് ഭാവുകങ്ങൾ നേർന്ന്, ആശംസകൾ നേർന്ന് ചേട്ടന്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. വാട്ട് യു ഹാവ് ടു സേ നൗ? കേരളത്തില് മുഴുവൻ പള്ളികളുണ്ട്, കേരളത്തില് മുഴുവൻ പെരുന്നാളുണ്ട്. പക്ഷേ പെരുന്നാള് ദുബായ് വരെ എത്തിച്ച ഒറ്റ പെരുന്നാളുള്ളൂ, അതാണ് പഴഞ്ഞി പെരുന്നാൾ. ഈ രണ്ടും മൂന്നും നമ്മുടെ ദേശീയോത്സവമാണ്, പഴഞ്ഞിക്കാരുടെ, പഴഞ്ഞി ഭാഗത്തുള്ളവരുടെ. ആ വൈബാണ് ദേ ഇവിടെ 30-ാം തീയതി തൊട്ട് കാണുന്നത്. അത് എത്തിച്ചത് പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മയാണ്. ഷാജുവേട്ടനും സുല്ലേട്ടനും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പിന്നെ അതിലൊക്കെ പ്രധാനം എന്ന് പറയുന്നത് ഇത് വിജയിപ്പിക്കുന്ന പഴഞ്ഞിക്കാരുടെ മനസ്സാണ്. നമുക്ക് പഴഞ്ഞി പെരുന്നാളിന് ബാൻഡ് സെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരായാലും നമ്മൾ തുള്ളിപ്പോവും. നിവിൻ പോളി സിനിമയിൽ പറയുന്ന പോലെ പിന്നെ മറ്റൊന്നും കാണില്ല. ഇവിടുത്തെ ബാൻഡ് സെറ്റുകൾ കേട്ട് തുള്ളുന്ന 2 ദിവസമാണ് നമുക്ക്. അത് ദുബായിലും എത്തി, UAE-യിലും എത്തി. ഇതാ സീസൺ 2 ആവുന്നു. വിജയേട്ടനും ജോപ്പോളേട്ടനും ഞാനും ഒക്കെ ഷാജുവേട്ടൻ്റെ ഇവരുടെയൊക്കെ കൂടെ സീസൺ 1 പോയി, സീസൺ 2 ആണ്. നിങ്ങൾ സത്യം പറഞ്ഞ് ഇവിടുന്ന് ധാരാളം ആൾക്കാർ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണം സീസൺ 2. അവിടെയും നമുക്ക് പൊളിക്കണം. അവിടെയാണ് ഇത് പൊളിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷം കൂടിയുണ്ട്. കാരണം ഇവിടെ ഞാൻ പാട്ട് പുതിയ ലോക സിനിമയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതിയത് ഈ പഴഞ്ഞി പള്ളിയിൽ ഇരുന്നിട്ട് ഒരു പെരുന്നാളിന്റെ തലേ ദിവസം ഒക്ടോബർ 2-നാണ്. ആ സന്തോഷം കൂടി ഇവിടെ പങ്കെടുക്കുമ്പോണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഈ പെരുന്നാളിന് മാത്രമല്ല, പഴഞ്ഞിക്കാരൻ പ്രവാസി കൂട്ടായ്മ പഴഞ്ഞിയുടെ യശസ് ഉയർത്തിക്കൊണ്ട് അവിടെ അജ്മാനിലും ദുബായിലും ഒക്കെ തകർക്കുകയാണ്. അവരുടെ സീസൺ 2 അനൗൺസ് ചെയ്തു. വിനീത് ശ്രീനിവാസനുണ്ട്, സ്റ്റീഫൻ ദേവസ്യുണ്ട്. ഇവിടെയാണെങ്കിൽ വിധു പ്രതാപ് പാടാൻ വരുന്നുണ്ട്. അപ്പൊ ഈ പെരുന്നാളിനും ആ പെരുന്നാളിനും എല്ലാ പെരുന്നാളിനും ആശംസകൾ. നമ്മുടെ പഴഞ്ഞിക്കാരുടെ വൈബ് എല്ലാ സ്ഥലത്തും അങ്ങോട്ട് പൊളിക്കട്ടെ. Thank you so much, Hariyata. Thanks a lot.